ലോകത്ത് ഏറ്റവും അർത്ഥഗർഭമായ, ഏറ്റവും ശക്തമായ, ഏറ്റവും ആഴവും പരപ്പുമുള്ള വാക്കുകൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ വാക്കുകളാണ്. അത് കഴിഞ്ഞ് ആരുടേതാണെന്ന് ചോദിച്ചാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ്. ചില ഹദീസുകളൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിക്കളയും. ചില ഹദീസുകൾ വല്ലാതെ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിച്ചു കളയും. ചില ഹദീസുകൾ നമ്മെ ഒരുപാട് നേരത്തേക്ക് കരയിപ്പിക്കും. ചില ഹദീസുകൾ മുറിവേറ്റ നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിർക്കാറ്റ് പോലെ, ഒരു മന്ദമാരുതൻ പോലെ ആ മുറിവിനെ സാന്ത്വനിപ്പിക്കും. ഒരു രോഗമാണ് ഹദീസ്, ഒരു പ്രതിഭാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. അത്ഭുതമാണ് അവിടുത്തെ വാക്കുകൾ. ഇത് നിങ്ങളോട് ഈ ഖുതുബയിൽ എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ ഹദീസ് മാത്രമാണ്. ഒരു ഹദീസ് മാത്രമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസ നമസ്കാരത്തിന് ശേഷം തന്റെ ചുറ്റിലും കൂടിയിരിക്കുന്ന സ്വഹാബത്തിന് അങ്ങേയറ്റം വാത്സല്യത്തോടുകൂടി പറഞ്ഞു കൊടുത്ത ഒരൊറ്റ ഹദീസ്, അത് മാത്രമേ നമ്മളോട് പറയാനുള്ളൂ, ഒന്നും പറയാനില്ല. പക്ഷെ ഒരു വസിയത്തുണ്ട്. ഈ ഹദീസ് നിങ്ങൾ ചെവി കൊണ്ട് മാത്രം കേൾക്കരുത്, ഹൃദയം കൊണ്ട് കേൾക്കണം. കേട്ട മാത്രം പോരാ, ജീവിതത്തിൽ അത് നിയമിക്കണം, ജീവിതത്തിൽ അത് പ്രതിഫലിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് പ്രധാനമാണ്. നമുക്ക് ബുഖാരിയിലും സുനൻ അഹ്മദിലും മുസ്ലിമിലുമെല്ലാം ഈ ഹദീസ് പല രൂപത്തിൽ കാണാൻ കഴിയും. അനിൽ ബറാഅ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ഖാൽ, ബറാഅ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, ഖറജനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിതാ പ്രവാചകന്റെ കൂടെ പുറപ്പെടുകയാണ്, പ്രവാചകന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാർ, അൻസ്വാറുകളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ജനാസ നമസ്കാരത്തിന് വേണ്ടി, ആ ജനാസ മറവാടുന്നതിന് വേണ്ടി ഞങ്ങളിതാ പ്രവാചകന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഫന്തഹൈനാ ഇലൽ ഖബർ, അങ്ങനെ മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞ് അവസാനമാ മനുഷ്യനെ ഖബറടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മഖ്ബറയിൽ എത്തിച്ചേരുകയാണ്, പള്ളിക്കാട്ടിൽ എത്തിച്ചേരുകയാണ്. വലമ്മായുൽ ഖബറടക്കം കഴിഞ്ഞപ്പോ, മൂടുകല്ല് വെച്ച് മണ്ണിട്ടുകൊണ്ട് ഖബർ മൂടിക്കഴിഞ്ഞപ്പോ, ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ പരിസരത്ത് അവിടെ ഇരിക്കുകയാണ്. വജലസ്നാ ഹൗലഹു, പ്രവാചകൻ അവിടെ ഇരുന്നപ്പോ ഞങ്ങൾക്ക് രണ്ടാമതും ആലോചിക്കേണ്ടി വന്നില്ല. ഞങ്ങളതാ പ്രവാചകന്റെ ചുറ്റിലും അനുസരണയോടെ ബഹുമാനത്തോടെ ഞങ്ങൾ പ്രവാചകന്റെ ചുറ്റിലും ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്? ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കുകയാണ്. ആ പക്ഷി പറന്നു പോകാതിരിക്കാൻ, ആ പക്ഷി പാറിപ്പോകാതിരിക്കാൻ തലയനക്കാതെ എത്ര ശ്രദ്ധയോടുകൂടി ഇരിക്കുമോ അത്രയും ശ്രദ്ധയോടുകൂടി കാതുകൾ കൂർപ്പിച്ച് കണ്ണനത്തുകൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് ആ പ്രവാചകന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴാൻ പോകുന്ന വാക്കുകൾ ചെവി കൊണ്ടും ഹൃദയം കൊണ്ടും ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളിത് ആ പ്രവാചകന്റെ മുന്നിൽ അനക്കമില്ലാതെ അടക്കത്തോടെ അച്ചടക്കത്തോടെ ഇരിക്കുകയാണ്. റസൂലിന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി കൊണ്ട് അദ്ദേഹം ചിന്താനിമഗ്നനായി ഭൂമിയിലേക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഭൂമിയിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരോ ചലനങ്ങൾ പോലും കൃത്യമായി ഒപ്പിയെടുക്കുന്ന സഹാബത്തിന്റെ വാക്കുകളാണ്. അങ്ങനെ ആ വടിയിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട് റസൂലതാ തല ഉയർത്തുകയാണ്. ഫഖാല, എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിലെ അദാബിനെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ശരണം തേടണേ,
അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തണേ, അള്ളാഹുവിനോട് കാവലിനെ ചേരണേ. രണ്ടോ മൂന്നോ തവണ അള്ളാഹുവിന്റെ റസൂല് ആവർത്തിക്കുകയുണ്ടായി. അങ്ങേയറ്റം മർമ്മപ്രധാനമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുക. പ്രവാചകൻ പറയുകയാണ്, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിലെ അദാബിനെ തൊട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ശരണം തേടണേ എന്ന് 3 തവണ പ്രവാചകൻ ആവർത്തിക്കുകയാണ്. എന്നിട്ട് അതാ റസൂൽ ഇങ്ങനെ പറയുകയാണ്, ആർക്കും അറിയാത്ത, ആരും ഇന്നുവരെ കാണാത്ത, ആരും ഇന്നുവരെ കേൾക്കാത്ത, അവിടെ ഇരിക്കുന്ന ഒരു സ്വഹാബി പോലും ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ അനുഭവത്തിന്റെ തലങ്ങളിലേക്ക് ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും അനുഭവിക്കാനിരിക്കുന്ന വലിയ അനുഭവത്തിലേക്ക് തന്റെ വാക്കിലൂടെ സ്വഹാബത്തിന് കൂട്ടിക്കൊണ്ടുപോകുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ റസൂൽ പറയുകയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിൻ, നിശ്ചയം മുഅ്മിനായ ഒരു മനുഷ്യൻ ഇദാ കാന ഫീ ഇൻഖിതാഇ മിനദ് ദുനിയാ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ദുനിയാവിൽ നിന്ന് വിട പറയാൻ നിൽക്കുമ്പോ, ദുനിയാവിനോട് യാത്ര പറയാൻ നിൽക്കുമ്പോ, ആഖിറത്തിനെ പുൽകാൻ നിൽക്കുമ്പോ, ആഖിറത്തിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോ, പരലോകയാത്രയ്ക്ക് തയ്യാറായി നിൽക്കുമ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാ, വാനലോകത്ത് നിന്ന് ചില അതിഥികൾ ഇറങ്ങി വരികയാണ്. വാനലോകത്ത് നിന്ന് ചില അപരിചിതരായ ആളുകൾ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ മലക്കുകളാണ്. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള മലക്കുകളായിരിക്കും. ഏതുപോലെ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളായിരിക്കും ആ മലക്കുകൾ ഉണ്ടാവുക. അവരെങ്ങനെയാണ് വരിക? വെറും കൈയോടെയുള്ള അവർ വന്നിരിക്കുന്നത്. അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള കമൻപുടവയുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളുമായിട്ടാണ് അവരവരെ കാത്തിരിക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ ആദ്യമായി കാണുന്നത് മലക്കുൽ മൗത്തിനെയല്ല, ആദ്യമായി കാണുന്നത് ഈ മലക്കുകളെയാണ്. ഈ മലക്കുകൾ എണ്ണമറ്റ ഈ മലക്കുകൾ ആ മനുഷ്യന്റെ കാഴ്ചയുടെ പരിധിയോളം അങ്ങനെ നിറഞ്ഞു നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യജ്ലിസൂ മിൻഹു മദ്ദൽ ബസർ. അങ്ങനെ ഈ മലക്കുകളെ കണ്ടുകൊണ്ട് ആ മനുഷ്യൻ അങ്ങനെ നിൽക്കുകയാണ്. ثم يجيء ملك الموت عليه السلام, പിന്നെതാ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. എന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് എന്താണ്? വന്നവാണ് റൂഹ് പിടിക്കുക എന്നതല്ല. ഈ മനുഷ്യന്റെ തലയുടെ ഭാഗത്തിരിക്കുകയാണ്. ബഹുമാനത്തോടെ, ആദരവോടെ, സൗമ്യതയോടെ, കാരുണ്യത്തോടെ ഈ മനുഷ്യന്റെ തലയുടെ ഭാഗത്തിരിക്കുകയാണ്. എന്നിട്ട് എന്നിട്ട് പറയുകയാണ്, സൗമ്യമായ സ്വരത്തിൽ, സാന്ത്വനിപ്പിക്കുന്ന ശബ്ദത്തിൽ പറയുകയാണ്, അല്ലയോ പരിശുദ്ധി പ്രാപിച്ച ആത്മാവേ, അല്ലയോ നിർവൃതിയടഞ്ഞ ആത്മാവേ, അല്ലയോ വിജയം പ്രാപിച്ച ആത്മാവേ, ഈ ദുനിയാവിലെ കടപ്പാടുകൾ അവസാനിക്കുകയാണ്. ഈ ദുനിയാവിലെ ഉത്തരവാദിത്തങ്ങൾ അവസാനിക്കുകയാണ്. ഇനി മടക്കയാത്രയുടെ സമയമാണ്. ഇത് തിരിച്ചു പോക്കുള്ള സമയമാണ്. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇത് റബ്ബിലേക്കുള്ള മടക്കത്തിന്റെ സമയമാണ്. എങ്ങനെയാണ് മടങ്ങുന്നത്? അള്ളാഹു നിന്നെ ഇഷ്ടമാണ്, നിനക്ക് അള്ളാഹുവിനെയും ഇഷ്ടമാണ്. വല്ലാത്ത വാക്കാണ്. അള്ളാഹുവിനെ നിനക്ക് ഇഷ്ടമാണ്, അള്ള നിന്നെയും തിരിച്ച് സ്നേഹിക്കുന്നു. ഇന്നലെ മൺമറഞ്ഞുപോയ സ്വാലിഹുകളായ, സുഹദാക്കളായ, ആബിദുകളായ, ആലിമുകളായ, സച്ചരിതരായ മനുഷ്യരുടെ പട്ടികയിലേക്ക് യാത്ര ചെയ്യേണ്ട സമയമാണിതെന്ന് ഈ മനുഷ്യനോട് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുമ്പോ, മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ ഈ ആത്മാവിന്റെ പ്രതികരണം എന്താണ്? ഈ റൂഹിന്റെ പ്രതികരണം എന്താണ്? റസൂൽ പറഞ്ഞിരിക്കുകയാണ്,
നിറയെ വെള്ളമുള്ള ഒരു പാനപാത്രത്തിൽ നിന്ന് സുഗമമായത് ചരിച്ചാൽ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നത് പോലെ ശരീരത്തിനകത്ത് നിന്ന് ആത്മാവ് ഒഴുകി പുറത്തേക്ക് വരികയാണ്. അതിനൊരു മടിയുമില്ല, അതിനൊരു താമസവുമില്ല, അതിനൊരു പേടിയുമില്ല, ഒരു ബേജാറുമില്ല, ഒരു ഭയപ്പാടുമില്ല. ശരീരത്തിന്റെ അകത്ത് നിന്ന് ആത്മാവത പുറത്തേക്ക് ഒഴുകി വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫയഖുദുഹാ ഫഇദാ അഖദഹാ ലം യദുഹാ ബിയദിഹി തുർഫത ഐൻ. മലക്കുൽ മൗത്തിനെ പിടിക്കുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ വലിയ ജാഗ്രതയോടുകൂടി അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നിരന്നു നിൽക്കുന്ന റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ, ആർത്തിയോടെ വന്ന് ആദരവോടെ വന്ന് ഈ ആത്മാവിനെ സ്വീകരിക്കുകയാണ്. മലക്കുലോകത്തിന്റെ കയ്യിൽ നിന്ന് ഈ ആത്മാവിനെ പിടിച്ചു വാങ്ങുകയാണ്. റസൂൽ പറഞ്ഞത് എന്നിട്ട് ഈ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് റൂഹിനെ വാങ്ങിച്ചവൻ എന്താണ് ചെയ്യുന്നത്? സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻപുടവയിൽ കുടിക്കുകയാണ്. എന്നിട്ട് ആ കഫൻപുടവയിൽ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയാണ്. ഭൂമിലോകത്ത് ഇന്നുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത, ആരും ആസ്വദിച്ചിട്ടില്ലാത്ത, ആരും അറിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള ഉന്നതമായ സൗരഭ്യം, ഉന്നതമായ സുഗന്ധമത ആ റൂഹിൽ നിന്ന്, ആ കഫൻപുടവയിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ തുടർന്നു. ഫയസ്അദൂന ബിഹാ, ഇതൊരു യാത്ര ആരംഭിക്കാൻ മുഅ്മിനിന്റെ ജീവിതത്തിലെ ഒരു ദീർഘദൂര യാത്ര. ഏറ്റവും കൂടിപ്പോയാൽ ഏതൊരു യാത്ര ചെയ്തിട്ടുണ്ടാവും? ഭൂമിയിൽ ഏറ്റവും അറ്റത്തുള്ള അന്റാർട്ടിക്കിലേക്കോ ആർട്ടിക്കിലേക്കോ യാത്ര ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ യാത്ര നക്ഷത്രങ്ങളും ആകാശങ്ങളും കടന്നുകൊണ്ടുള്ള ഈ ഒരു വലിയ യാത്ര ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കടന്നു പോകുന്ന ഓരോ ദിക്കുകളിലും മലക്കുകളുടെ കൂട്ടങ്ങൾ ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള ആകാശഭൂമികൾക്കിടയിൽ സൂചിമുത്താൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ഒരു മലക്കവിടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ, ഒരു മലക്കവിടെ റുക്കൂ ചെയ്തിട്ടല്ലാതെ, ഒരു മലക്കവിടെ തസ്ബീഹിലോ തഹ്ലീലിലോ തഹ്മീദിലോ തക്ബീറിലോ ഉൾവിയത്തല്ലാതെ ഒരു സൂചിമുത്താനുള്ള സ്ഥലം പോലും ഈ ആകാശഭൂമികൾക്കിടയിൽ ബാക്കിയില്ല എന്നാണ്. അങ്ങനെ മലക്കുകളെ കൊണ്ട് നിബിഡമായ ആകാശലോകത്തുകൂടി മനുഷ്യന്റെ റൂഹുമായി സഞ്ചരിക്കുമ്പോ ഓരോ മലക്കുകളുടെ കൂട്ടവും ചോദിക്കുകയാണ്, ഏത് സൗഭാഗ്യവാനാണിത്, ഏത് ഭാഗ്യവാനാണിത്, ഏത് നല്ലവനാണിത്, ഏത് മഹാനാണിത്, ഏത് സുഹൃതവാനാണിത്? പലപ്പോഴും ഈ ആതിഥേയരായ മലക്കുകൾ പറയുന്ന മറുപടിക്കും പ്രത്യേകതയുണ്ട്. ഇന്നയാളുടെ മകൻ ഇന്നയാളാണ്, അഹമ്മദിന്റെ മകൻ കബീറാണ്, അല്ലെങ്കിൽ അജ്മലിന്റെ മകൻ മുഹമ്മദാണ്, ഖാദറിന്റെ മകൻ ഇബ്രാഹിമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ ഉപ്പാന്റെ പേര് ചേർത്തുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ പേര് കൊണ്ട് മാത്രമല്ല, ഈ ദുനിയാവെ വിളിച്ചു കേൾക്കാൻ അവൻ ആഗ്രഹിച്ച, കേൾക്കാൻ അവൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സുന്ദരമായ പേരുകളുണ്ടല്ലോ, ഏറ്റവും നല്ല പേരുകളുണ്ടല്ലോ, ആ പേരുകളോട് കൂടിയാണ്, ആ പേരോടുകൂടിയാണ് ഈ ചോദിക്കുന്ന മലക്കുകൾക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുക. യാത്ര എങ്ങനെ നേരുകയാണ്? ഒന്നാമത്തെ ആകാശം എത്തുകയാണ്. ആകാശലോകത്തില്ല കാവൽ മലക്കുകളോട് അതിലേക്കുള്ള അനുമതി ചോദിക്കുകയാണ്. അങ്ങനെ അനുമതി കൊടുക്കുകയാണ്. ഒന്നാമത്തെ ആകാശവും 2, 3, 4, 5, 6 അങ്ങനെ കയറിപ്പോവുകയാണ്. ഏഴാമത്തെ ആകാശം വരെ, ഏഴാമത്തെ ആകാശം വരെ ആ യാത്ര എങ്ങനെ തുടരുമെന്നാണ്. ഏഴാമത്തെ ആകാശത്തിലെത്തുമ്പോ അല്ലാഹു അതാ പറയുകയാണ്, എന്റെ അടിമയുടെ ഗ്രന്ഥം ഇല്ലിയൂനിൽ രേഖപ്പെടുത്തി വെക്കുക. എന്താണ് ഇല്ലിയൂൻ? സച്ചരിതരായ മനുഷ്യരുടെ കർമ്മങ്ങളുടെ ഏടുകൾ രേഖപ്പെടുത്തി വെക്കുന്ന കിതാബിനാണ് ഇല്ലിയൂൻ എന്ന് പറയുക. എന്നിട്ടുള്ള പറയുകയാണ്,
എന്നിട്ട് അവനെ ഭൂമിയിലേക്ക് തന്നെ മടക്കിക്കൊള്ളുക. എല്ലാ മനുഷ്യരും മരണപ്പെട്ടു കഴിഞ്ഞാൽ മുഅ്മിനാണെങ്കിൽ 7ാമത്തെ ആകാശം വരെ സഞ്ചരിക്കുന്നതാണ്. ആ സഞ്ചാരത്തിന് ശേഷം ഈ ഭൂമിയിലേക്ക് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരപ്പെടുന്നതാണ്. എന്നിട്ടുള്ള പറയുന്നു, ഫഇന്നീ മിൻഹാ ഖലഖതുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റാ. അതിൽ നിന്നാണ് ഞാൻ അവരെ പടച്ചത്, അതിലേക്ക് തന്നെയാണ് ഞാൻ അവരെ പടച്ചത്, അതിൽ നിന്ന് തന്നെയാണ് ഞാൻ അവരെ മറ്റൊരവസരത്തിൽ ഉയർത്തിച്ചു കൊണ്ടുവരികയും ചെയ്യുക. അങ്ങനെ ഈ മനുഷ്യന്റെ കബറിലേക്ക് വെക്കപ്പെട്ട ആ ശരീരത്തിലേക്ക് റൂഹിനെ സന്നിവേശിപ്പിക്കുകയാണ്. റൂഹും ശരീരവും വീണ്ടും യോജിക്കുകയാണ്. മരണത്തിന് ശേഷം ആത്മാവും ശരീരവും തമ്മിലൊരു സംയോജനമുണ്ട്, ഒരു കൂടിച്ചേരലുണ്ട്. അങ്ങനെ കബറിൽ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുമെന്നാണ്, എഴുന്നേറ്റിരിക്കുമെന്നാണ്. 2 മലക്കുകൾ ഈ മനുഷ്യന്റെ കബറിലേക്ക്, മനുഷ്യന്റെ കബറിലേക്ക് വരുമെന്നാണ്. എന്നിട്ട് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുന്നു. എന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, നമ്മളൊക്കെ ഒരുപാട് കേട്ട മരണവീട്ടിൽ പോയി കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് കബറിലേക്ക് മയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ തൽക്കീൻ ഓതിക്കൊടുക്കുന്ന ഏർപ്പാട് ആളുകളുണ്ട്. അവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് 2 മലക്കുകൾ വരും. ആ 2 മലക്കുകൾ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ ഈ ഹദീസ് പഠിപ്പിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽപ്പെട്ട 100 ആളുകൾ ജീവിതകാലത്ത് മരണപ്പെട്ടിട്ട് ഒരു വട്ടം പോലും ഖബറിന്റെ അടുത്ത് പോയിട്ട് കോപ്പി അടിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ ആളുകൾ ജീവിതകാലത്തിന് പറഞ്ഞു കൊടുക്കൂല, ജീവിതകാലത്തിന് പഠിപ്പിച്ചു കൊടുക്കൂല. മരിച്ചു മൺമറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടാണ് അവന് അറബി പോലും ഒരു പക്ഷെ അറിയുന്നുണ്ടാവില്ല. ഈ ഉസ്താദ് പറയുന്നത് എന്താണെന്ന് തിരിയുന്നുണ്ടാവില്ല. 60 കൊല്ലം ഖുതുബ കേട്ടിട്ടുണ്ട്, 50 കൊല്ലം ഖുതുബ കേട്ടിട്ടുണ്ട്, മരണം വരെ ഖുതുബ കേട്ടിട്ടുണ്ട്. ആ ഖുതുബയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ജീവിതത്തിൽ മനസ്സിലായിട്ടില്ല. ഉറങ്ങുകയായിരുന്നു, ഗാഢമായ നിദ്രകളിലായിരുന്നു. എന്നിട്ട് അവസാനം മരിച്ചു ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ പോയി പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന മലക്കുകൾ വരും, ഇന്ന ആളുകൾ വരും, എന്നിട്ട് ഇന്ന ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ ഈ ഇന്ന മറുപടി പറയണമെന്ന് പറഞ്ഞു കൊടുത്താൽ അതിനേക്കാൾ വലിയ വിഡിത്തം എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? എന്നാൽ യഥാർത്ഥത്തിൽ ജീവിതത്തെ വിപുലീകരിച്ചൊരു മനുഷ്യന്റെ മയ്യത്ത് വെച്ച് ഈ മലക്കുകളോട് ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ റബ്ബ്? പ്രിയപ്പെട്ടവരുടെ മറുപടി പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരുപാട് കിതാബുകളോട് പണ്ഡിതന്മാരുണ്ടാവും, അറബിയിൽ വലിയ ഡോക്ടറേറ്റ് എടുത്ത പണ്ഡിതന്മാരുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ ഇസ്ലാമിലെങ്കിൽ അറബി കൊണ്ടവന് ഉപകാരമില്ല, ആ ഇൽമു കൊണ്ടവന് ഉപകാരമില്ല. ഈ മലക്കുകൾ വന്ന് ബന്ധപ്പെട്ടായിട്ട് ചോദിക്കുമ്പോ റബ്ബീ അല്ലാഹ് എന്ന് മറുപടി പറയാൻ അവനെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ ഖുർആൻ തപ്പിത്തറഞ്ഞോടുന്ന മനുഷ്യനായിരിക്കും, ഹർക്കത്തില്ലാത്ത അറബി വായിക്കാൻ അറിയാത്തവനായിരിക്കും, വലിയ ഇൽമൊന്നും ഉണ്ടാവില്ല. എന്നാൽ തൗഹീദുണ്ട്, സുന്നത്തുണ്ട്, കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്, ഹറാമ് സമ്പാദിച്ചിട്ടില്ല, കുടുംബബന്ധം മുറിച്ചിട്ടില്ല, ചതിയും വഞ്ചനയും നടത്തിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യന് അറിവില്ലെങ്കിൽ പോലും അവരിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യരോട് മലക്കുകൾ ബന്ധപ്പെട്ടാൽ എന്ന് ചോദിക്കുമ്പോ റബ്ബീ അല്ലാഹ് എന്ന സുന്ദരമായ മറുപടി പറയാൻ ആ മനുഷ്യന് സാധിക്കും. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ആ മനുഷ്യരെ ഒരൊറ്റ കലിമത്തിൽ ഉറപ്പിച്ചിരിക്കുന്നതാണ്. ചോദ്യം അവസാനിക്കുന്നില്ല. ഒന്നും ചോദിക്കുകയാണ്, നിന്റെ മതമേതാണ്? മതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കർമാനുഷ്ഠാന മണ്ഡലത്തിൽ നിൽക്കേണ്ട ഒരു കാര്യമല്ല. മറിച്ച് മതം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ചില ആളുകളുണ്ട് വിവാഹമെത്തുമ്പോ, എന്തെങ്കിലും ആഘോഷം വരുമ്പോ, മക്കൾക്ക് പേരിടൽ വരുമ്പോ, അതുപോലെ തന്നെ ആഘോഷത്തിന്റെ രംഗങ്ങൾ വരുമ്പോ പരിശുദ്ധ ഇസ്ലാമിനെ പൂർണ്ണമായി മാറ്റിവെക്കുന്ന, പൂർണ്ണമായി തിരസ്കരിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരോട് ചോദിച്ചാൽ മറുപടി എന്തായാലും ചോദിക്കാൻ പറ്റുന്നതേയുള്ളൂ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമാനുസരണങ്ങളെ കൃത്യമായി പാലിച്ചൊരു മനുഷ്യൻ ധൈര്യത്തോടുകൂടി സുന്ദരമായി അവിടെ വെച്ച് പറയുകയാണ്, എന്റെ റബ്ബിലേക്ക് തൃപ്തിപ്പെട്ടതാണ് ഇസ്ലാമാണ് എന്റെ പേരിൽ എന്റെ മതമെന്ന മനുഷ്യനെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. പലപ്പോഴാണെങ്കിലും ചോദിക്കുകയാണ്,
ചോദിക്കും, അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപത്തെ കാണിച്ചു കൊടുക്കുമോ? അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മൾ പ്രവാചകരെ കണ്ടിട്ടില്ല, നമ്മൾ റസൂലിനെ കണ്ടിട്ടില്ല, അവിടുത്തെ ശബ്ദം കേട്ടിട്ടില്ല, അവിടത്തോടൊത്ത് താമസിച്ചിട്ടില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവർ, യഥാർത്ഥ മുമ്പിനുണ്ടല്ലോ, ആ യഥാർത്ഥ മുമ്പിൽ ഒരു യഥാർത്ഥ മുത്തബിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ എങ്ങനെയെന്നറിയാം, ആരെങ്ങനെയെന്നറിയാം, കണ്ണെങ്ങനെയെന്നറിയാം, ചുണ്ടെങ്ങനെയെന്നറിയാം, രോഗങ്ങളെങ്ങനെയെന്നറിയാം, മുടിയെങ്ങനെയെന്നറിയാം, നടത്തമെങ്ങനെ, ഇരുത്തമെങ്ങനെ, മുടിയെങ്ങനെ, പാനീയങ്ങളെങ്ങനെ, ഭക്ഷണങ്ങളെങ്ങനെ, ഉറക്കമെങ്ങനെ എന്നെല്ലാ കാര്യങ്ങളും പ്രവാചകനെ കുറിച്ചറിയാം. ഒരു യഥാർത്ഥ മുത്തബിയാണെങ്കിൽ അങ്ങനെയൊരു മനുഷ്യരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപം കാണിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ എന്റെ കരളിന്റെ കഷ്ണമായ, എന്റെ ഹൃദയത്തിന്റെ ഭാഗമായ, എന്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാചകനല്ലേ ഇത് എന്ന് ആ മനുഷ്യന് പറയുകയാണ്. ഓടും ചോദിക്കുന്നു, നീ പഠിച്ചതെന്താണ്, നീ പഠിച്ചതെന്താണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ മറുപടി പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ കലാമ പാരായണം ചെയ്തു, അതിനെ ഞാൻ വിശ്വസിക്കുകയും ചെയ്തു, അതിനെ ഞാൻ സത്യപ്പെടുത്തുകയും ചെയ്തു. ചോദ്യം അവസാനിക്കുകയാണ്, പരീക്ഷ അവസാനിക്കുകയാണ്. ആകാശലോകത്തിലെ അശരീരി കേൾക്കുകയാണ്. എന്താ അശരീരി? എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, അവരെ സ്വർഗത്തിൽ നിന്നൊരു വിനിവിരിച്ചു കൊടുക്കുക, സ്വർഗത്തിലെ ആ ഉടയാളുകൾ അവനെ അണിയിക്കുക, സ്വർഗത്തിലേക്ക് ഒരു വാതിലും അവന് വേണ്ടി തുറന്നു കൊടുക്കുക എന്ന് അതാ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. ആ മനുഷ്യന് ഖബറിൽ സ്വർഗത്തിലെ വിനിവിരിച്ചു കൊടുക്കുകയാണ്, സ്വർഗത്തിലെ ഉടയാളുകൾ അണിയിക്കുകയാണ്. എന്നിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലും ആ മനുഷ്യന് വേണ്ടി ഖബറിൽ തുറന്നു കൊടുക്കുകയാണ്. എന്നിട്ട് ആ വാതിലിലൂടെ സ്വർഗത്തിന്റെ സുന്ദരമായ സൂരങ്ങളും സംഗീതങ്ങളും ആ വാതിലിലൂടെ ഖബറിലേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ്. അത് മാത്രമല്ല, അവന്റെ കണ്ണെത്തുന്ന ദൂരത്തോളം ഖബർ വിശാലമാകുമെന്നാണ്. എത്ര ദൂരം അവന്റെ കണ്ണിന്റെ കാഴ്ച എത്തുമോ അത്രയും ദൂരം അവന്റെ ഖബർ വിശാലമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആലോചിക്കാറ്. ഇപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ഖബർസ്ഥാൻ എത്ര ഖബറ പറ്റുക? 2 ഖബർ അല്ലെ? നമ്മുടെ യുക്തിയാണ്, നമ്മുടെ ബുദ്ധിയാണ്. ഈ കാലവും ഈ സമയവുമെല്ലാം പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് മാത്രം ബാധകമാണ്. ഖബർ എന്ന് പറഞ്ഞാൽ ഒരു പ്രവേശന കവാടം മാത്രമാണ്. അതിലൂടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ ലോകത്താണ്, അത് വേറെ ലെയറാണ്, ലെയർ ഓഫ് ലൈഫാണ്. അതിന് നമ്മൾ ഈ ദുനിയാവായിട്ട് ബന്ധവും വരിക. അവിടെ ഇരിക്കുന്ന ശിക്ഷ അനുഭവിക്കുന്നതും രക്ഷ അനുഭവിക്കുന്നതും ശരീരമല്ല, ആത്മാവാണ്. 1 or 2 മാസം കഴിഞ്ഞാൽ 3 or 2 കൊല്ലം കഴിഞ്ഞാൽ എന്തൊക്കെ ശരീരം അസ്ഥിപഞ്ജരങ്ങൾ പോലും ബാക്കിയില്ലാത്ത വിധം മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും ശരീരം മണ്ണായി മാറും. അവിടെയും ബർസഖിയായ ജീവിതമുണ്ട്. ഖബറിലെ രക്ഷയും ശിക്ഷയുമുണ്ട്, സന്തോഷവും സന്താപവുമുണ്ട്, വേദനയും സുഖവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഖബറിൽ അങ്ങനെ കിടക്കുകയാണ്. ഈ കാണുന്ന കാഴ്ച സ്വർഗത്തിലെ കാഴ്ചയൊക്കെ കണ്ട് കിടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നല്ല മുഖമുള്ള, നല്ലൊരു വസ്ത്രം ധരിച്ച, നല്ല സുഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യനതാ ഖബറിലേക്ക് വരികയാണ്. എന്നിട്ട് ആ മനുഷ്യനായി ഖബറാളിയോട് പറയുകയാണ്, ഇന്ന ദിവസം നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ്. നീ ഹദീസുകളിലൂടെ കേട്ടിട്ടില്ലേ ഈ ദിവസത്തെ കുറിച്ച്, ഈ അനുഭവത്തെ കുറിച്ച്, ഈ അനുഭൂതിയെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ആ ദിവസം നിനക്ക് വന്നിരിക്കുകയാണ്. ഖബറാളി തിരിച്ചു ചോദിക്കുന്നു, ആരാധനെ നിന്റെ മുഖം കണ്ടാലറിയാം നീ നന്മയും കൊണ്ട് വന്നവനാണ്, സന്തോഷവും കൊണ്ട് വന്നവനാണ്. ആ സമയം നീ ഖബറിൽ ആളുകൾ പറയുകയാണ്,
ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, ഞാൻ നിന്റെ നമസ്കാരമാണ്, നോമ്പാണ്, തസ്ബീഹുകളാണ്, തിലാവത്തുകളാണ്, സദഖകളാണ്, ദഅവകളാണ്, പ്രവർത്തനങ്ങളാണ് ഞാൻ മനുഷ്യരിലും വാങ്ങിച്ചിരിക്കുകയാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം വരെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലൂടെ അതാ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് അയാളുടെ കൂടെ ഖബറിൽ അയാൾക്ക് കാവൽ കിടക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ മനുഷ്യൻ ഒറ്റൊരു കാര്യം മാത്രമേ പറയാറിയുമോ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ സംഭവിക്കട്ടെ, ഖിയാമത്ത് നാൾ സംഭവിക്കട്ടെ റബ്ബേ, ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, എനിക്ക് എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണം, എന്റെ സമ്പത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകണം. ആ വാതിലൂടെ കുടുംബത്തെയും സമ്പത്തിനെയും ആ മനുഷ്യനെങ്ങനെ നോക്കിക്കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഖബറാലിയോട് എന്താ പുതുമണവാള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക. പക്ഷേ എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരങ്ങളിലും റബ്ബ് അയാൾ വിളിച്ചുണർത്തും. എന്തിനുവേണ്ടിയാണെന്ന് അറിയാം? ഈ ഖബറിലൂടെ അയാളുടെ സമ്പത്ത് കാണാൻ. എന്താണ് സമ്പത്ത്? അയാൾക്കല്ലാഹു ഒരുക്കി വെച്ച കൊട്ടാരങ്ങളും മണിമേടകളും തോട്ടങ്ങളും സാമ്രാജ്യങ്ങളും, അയാളുടെ അധികാരത്തിന് കീഴിൽ വാഴാൻ പോകുന്ന അതിവിശാലമായ സാമ്രാജ്യങ്ങളും ആ മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിലെയും വൈകുന്നേരവും ഖബറാളിയെ വിളിച്ചുണർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കത്തിന്റെ യഥാർത്ഥ സുഖം നമ്മൾ എപ്പോഴാണ് അനുഭവിക്കുക? നമ്മളിങ്ങനെ എത്തി എഴുന്നേൽക്കാൻ സ്ഥിരമായിട്ട് സ്വീകരിക്കുന്ന ആളാണെങ്കിൽ പാതിരാക്കത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ബേജാറുണ്ടാവും, പഠിച്ചോലെ സ്വബി വാങ്ങു കൊടുത്തോ. രാജുസ്കരിക്കുന്ന ആളാണെങ്കിൽ നിസ്കാരത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു, എന്താ അറിയാവോ, അലാറൊന്നും വെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ കരുതി നമ്മളിങ്ങനെ ഫോണെടുത്തിട്ട് ഇതിങ്ങനെ സമയം നോക്കുമ്പോ 1 മണി 2 മണി, രാജുസ്കാരത്തിന്റെ സമയമാവാൻ തന്നെ ഇനിയും 1.5-2 മണിക്കൂർ ബാക്കിയുണ്ടെങ്കിൽ നമുക്കുള്ളിൽ തോന്നുന്നൊരു സന്തോഷമില്ലേ? ഇനി ഉറങ്ങാൻ പറ്റുമല്ലോ. എന്നിട്ട് അതിനുശേഷം ഒന്ന് ബാത്റൂമിൽ പോയി ഒന്ന് മൂത്രമൊഴിച്ചൊക്കെ വന്ന് പുതപ്പ് മൂടിയൊരു കിടത്തുണ്ട്. ആ കിടത്താണ് യഥാർത്ഥ ഉറക്കിന്റെ സുഖം. നീ എത്തിപ്പോയാൽ ഉറക്കി കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് ചില ആളുകളുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ആ കിടത്തത്തിലാണ് ഉറക്കത്തിന്റെ ശരിക്കുള്ള സുഖം അറിയാൻ പറ്റുക. ഇവിടെ രാവിലെയും വൈകുന്നേരവും ഖബറാളിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടി ഉണർത്തി വിളിച്ചുണർത്തി അവനുള്ള ഖബറിൽ നിന്ന് അവനുള്ള സ്വർഗത്തിന്റെ സുന്ദരമായ കാഴ്ചകൾ മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും അവനെ ഉറക്കുകയാണ്. ആ സമയം അവൻ എന്താ പറയണ്ടാവുക? അല്ലാഹുവേ, ഇനി എത്ര നാളുണ്ട് ഖിയാമത്ത് നാളാവാൻ? ഇനി എത്ര നാളുണ്ട് എനിക്ക് എന്റെ അഹലിലേക്കും എന്റെ മാലിലേക്കും എന്റെ കുടുംബത്തിലേക്കും എന്റെ സമ്പത്തിലേക്കും ഒന്ന് എത്തിച്ചേരാൻ എന്റെ റബ്ബേ എന്ന് ആ മനുഷ്യൻ ഇങ്ങനെ പറയുമെന്നാണ്. ആ മനുഷ്യന്റെ ഒരേ ഒരു വാക്കെന്താണ്? റബ്ബി അഖിമിസ് സാഅ, റബ്ബി അഖിമിസ് സാഅ എന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ അങ്ങനെ കിടക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആലോചിച്ച് നമ്മൾ വീടെടുക്കുമ്പോൾ, ഒരു വീട് നിർമ്മാണത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഓരോ ടൈലെടുക്കാൻ പോകുമ്പോൾ അതിന്റെ ഫ്ലോറിംഗ് ആയാലും അതിന്റെ റൂഫിംഗ് ആയാലും അതുമായി ബന്ധപ്പെട്ട ബാത്റൂം സെറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴും നമ്മൾ എത്ര ചർച്ച ചെയ്യും, എത്ര ആലോചിക്കും. നാം നമ്മുടെ ഭാര്യയോട് ചോദിക്കും, നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കും, നമ്മുടെ കുടുംബക്കാരുടെ അഭിപ്രായം ചോദിക്കും. ഇതിന്റെ ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യും. എത്ര ദൂരം വേണമെങ്കിൽ നമ്മൾ സഞ്ചരിക്കും. എത്രയാ നമുക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റുക? എത്രയാ നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുക? ഒരു 40, 45, 50 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു സാധാരണക്കാരന് നല്ലൊരു വീടുണ്ടാവുക. ആ വീട്ടിൽ പിന്നീട് അവനുള്ള കാലം റസൂൽ പറഞ്ഞ ഈ മുഹമ്മദി ഉമ്മത്തിന്റെ ആയുസ്സാണെങ്കിൽ 13 കൊല്ലം ഉണ്ടാവുക. ഇനി അതുമല്ല, നല്ല ആയുസ് കൊടുത്തൊരു മനുഷ്യനാണെങ്കിൽ 40 കൊല്ലം താമസിക്കാൻ പറ്റുന്നതായിരിക്കാം. 40 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ അനുവാദമില്ലാതെ, നമ്മുടെ ഭാര്യയുടെ അനുവാദമില്ലാതെ, നമ്മുടെ മക്കളുടെ അനുവാദമില്ലാതെ നമ്മുടെ ചേതനയറ്റ മയ്യത്തിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുവരെ പ്രിയപ്പെട്ടവരെ. 4, 5, 6 മുറികളും അതിലെല്ലാം ബാത്റൂമുകളുമുള്ള നമ്മുടെ ആ വീട്ടിൽ നിന്ന് അതും അതിനനുസരിച്ച പുറത്തും അതിനനുസരിച്ച തലയിറയുമുള്ള നമ്മുടെ സർവ്വ സൗകര്യങ്ങൾ ഒരിക്കൽ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കിക്കൊണ്ടുപോകും. ഒരു തലയിണ പോലും ഇല്ലാത്ത, ഒരു വിരിപ്പ് പോലും ഇല്ലാത്ത, ഒരു ലൈറ്റ് പോലും ഇല്ലാത്ത, AC യും ഫാനും എയർ കണ്ടീഷനും ഒന്നുമില്ലാത്ത
6 അടി മണ്ണിലേക്ക് നമ്മൾ വെക്കാൻ വേണ്ടി അവിടെ ഇറക്കിക്കൊണ്ടുപോകേ. ആ ഇറക്കിക്കൊണ്ടുപോകുന്നത് എന്ത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ സ്ഥിരമായി ധരിക്കുന്ന 1000, 2000, 3000 വരെയുള്ള ഷൂസ് പുറത്തുണ്ടാവും. അതൊന്നും ഒന്നെടുത്ത് കാലിലടിച്ചു കൊടുക്കുക ഇല്ലല്ലോ. നമ്മൾ ഇസ്തിരിയിട്ട് തേച്ചലക്കി മിനുക്കി വെച്ച വസ്ത്രങ്ങൾ നമ്മുടെ അലമാരയിൽ അവിടെ കിടപ്പുണ്ടാവും. അതല്ലല്ലോ, മരിച്ച സമയത്ത് ആരെങ്കിലും ഒരാള് അടുത്തുള്ള കടയിൽ കുടിക്കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടു വരുന്ന കഫൻ മുഴുവയിലല്ലേ, ആ മഞ്ഞിലല്ലേ നമ്മൾ ചുറ്റി പൊതിയപ്പെട്ടവൻ. അവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലക്ഷങ്ങൾ വരെയുള്ള കാറ് പുറത്തുണ്ടാവും. കാറിൽ കയറ്റുമോ? ഇല്ല. നമ്മുടെ വാഹനം മനുഷ്യരുടെ തോളാണ്. ഇന്നലെയും നെനയാമെന്നൊക്കെ കണ്ടാൽ ഇങ്ങോട്ട് ചിരിച്ചപ്പോ തിരിച്ച് ചിരിക്കാൻ നമ്മൾ മടിച്ച, സലാം പറഞ്ഞപ്പോൾ ഒന്ന് മടങ്ങാൻ നമ്മൾ മടിച്ച അവരാണ്, അവരുടെ തോളുകളാണ് പിന്നെ നമ്മുടെ വാഹനം. അതിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെന്നെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന ഒരു ആംബുലൻസ്, അതിൽ കയറിയിട്ട് വല്ല പ്രിയപ്പെട്ടവർ നമ്മൾ പോകാൻ. എന്നിട്ടാണ് ഖബറിൽ നമ്മൾ എത്ര നാൾ കിടക്കേണ്ടി വരും? എത്രയാണ് നമ്മുടെ ഖബർ ജീവിതത്തിന്റെ അളവെന്ന് ആലോചിച്ച് നോക്കിയിരുന്നവരെ. അല്ലാഹുവിന്റെ റസൂലിനും ഖബറിലാണ്, ഇബ്രാഹിം നബിയും ഖബറിലാണ്, ആദം നബിയും ഖബറിലാണ്, റസൂലിന്റെ സ്വഹാബത്ത് മുഴുവനും ഖബറിലാണ്. 10,000-കണക്കിന് വർഷങ്ങൾ പക്ഷേ നാം ഖബറിൽ കിടക്കേണ്ടി വരും. നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ആ ഖബറിൽ നാം കിടക്കേണ്ടി വരും. ആ ഖബറിന്റെ വെളിച്ചത്തെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല, ആ ഖബറിന്റെ വലുപ്പത്തെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല, ആ ഖബറിലെ കൂട്ടിനെ കുറിച്ച് നമുക്ക് ചിന്തയില്ല, ആ ഖബറിൽ വരാനിരിക്കുന്ന അദാബിനെ കുറിച്ച് നമുക്ക് ചിന്തയില്ല, ആ ഖബറിലെ ഭയാനകമായ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, സഅദിന്റെ മയ്യിത്ത് സഅദ് ബിൻ മുആദ് മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് എന്താണ്? വാഴത്തിന്റെ വാതിലുകൾ മുഴുവൻ വലക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മയ്യിത്ത് റൂഹുമായി ആകാശത്തിന്റെ വാതിൽക്കൽ പോയി അനുവാദം കൊടുക്കുമ്പോഴാണ് തുറക്കപ്പെടുകയെന്നാൽ അതിന്റെ മരണം സംഭവിച്ചപ്പോ ആ നിമിഷം തന്നെ ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ തുറക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത് 70,000-ഓളം വലക്കുകൾ ഒരു മനുഷ്യന്റെ മയ്യിത്ത് ചുമക്കുന്നതുകൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. മൂന്നാമതായി അള്ളാഹുവിന്റെ അർശ് ഉറച്ചിട്ടുണ്ട്. 3 കാര്യങ്ങൾ. ഒരു മനുഷ്യ മരിച്ചപ്പോ അള്ളാഹുവിന്റെ അർശ് ഉറച്ചു. എന്നിട്ട് സഅദിന്റെ മയ്യിത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ റസൂൽ പറഞ്ഞതായോ, ആരെങ്കിലും ഈ ഖബറിന്റെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുവായിരുന്നെങ്കിൽ എന്റെ സഅദ് രക്ഷപ്പെടുവായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് പോലും രക്ഷയില്ല. ആ ഖബറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ ദുനിയാവിൽ അതാണ്. നമ്മുടെ അവസാനത്തെ ചെന്ന് ചേരാനുള്ള സ്ഥലം. അതിനുവേണ്ടി നമ്മൾ എന്തൊരുക്കി വെച്ചു പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മൾ എന്തൊരുങ്ങി. അതുകൊണ്ട് ആ ഖബറിലേക്ക് പോയി നമ്മൾ ഒരുങ്ങുക. മഖബറയിലൂടെ പുറത്തേക്ക് പോകുമ്പോ അതിന്റെ ഉള്ളിൽ നമ്മെ വെക്കാനുള്ള സ്ഥലം ശബ്ദമില്ലാത്ത വാക്കുകളോട് നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്. എന്നിലേക്കാണ് നിന്റെ മടക്കം, എന്നെ നീ നന്നാക്കിക്കോ, എന്നെ നീ സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ നീ നിനക്ക് അനുഭവിക്കേണ്ടി വരിക 10,000-കണക്കിന് വർഷങ്ങളും നൂറ്റാണ്ടുകളുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ സ്വർഗ്ഗപൂന്തോപ്പാക്കുന്ന കൂട്ടത്തിൽ, ഖബറിൽ അനുഗ്രഹങ്ങളും റഹ്മത്തും കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.